വെൽക്കം ഓൾ. സ്ലൈഡിംഗ് കോണ്ടാക്ട് ബിയറിംഗ് പാർട്ട് 3. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വേരിയേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വിത്ത് ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ. അപ്പോൾ ഇത് നമുക്കറിയാം, വൈ ആക്സിസിൽ എന്താണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. എക്സ് ആക്സിൽ എന്താണ്, ZN/P അല്ലെങ്കിൽ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ. അപ്പോൾ നമുക്കൊരു കർവ് ഒബ്റ്റെയിൻ ചെയ്തു. ഈ കർവ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഫ്രിക്ഷൻ ടെസ്റ്റ് വെച്ചിട്ടാണ്. ഈ ഫ്രിക്ഷൻ ടെസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്നത് മക്കി ബ്രദേഴ്സാണ്, അതായത് SA മക്കി ആൻഡ് TR മക്കി. അവരൊരു ബിയറിങ്ങിൽ ഒരു ഫ്രിക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. അതിന് റിസൾട്ട് അപ്പം അവരെന്തൊക്കെയാണ് വേരി ചെയ്തത്, അവർ ZN/P വാല്യൂ, ZN/P നമുക്കറിയാം ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ, അതിൽ ഓരോ ഓപ്പറേറ്റിംഗ് പാരാമീറ്റേഴ്സ് അവർ വേരി ചെയ്തു. അതിനനുസരിച്ച് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ടായ വേരിയേഷൻ അവരൊരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്തു. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും എന്തൊക്കെയുണ്ട്. 3 റീജിയൻ ഉണ്ട് അല്ലേ. ഒരു തിക്ക് ഫിലിം ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റേബിൾ റീജിയൻ ഉണ്ട്, ഒരു പാർഷ്യൽ ലൂബ്രിക്കേഷൻ റീജിയൻ ഉണ്ട്, ഒരു തിൻ ഫിലിം അല്ലെങ്കിൽ ബൗണ്ടറി ലൂബ്രിക്കേഷൻ റീജിയൻ ഉണ്ട്. അപ്പോൾ തിക്ക് ഫിലിം ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റേബിൾ റീജിയനിൽ എന്താണ്, ഈ വിസ്കോസിറ്റിയും കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനുമായിട്ട് ഡയറക്റ്റ് റിലേഷനാണ്. അതായത് വിസ്കോസിറ്റി കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ RPM കൂടുന്നതനുസരിച്ച് എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഡയറക്റ്റ്ലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നേരെ തിരിച്ച്, വിസ്കോസിറ്റി കുറയുന്ന ഡയറക്ഷനിൽ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കുറഞ്ഞു വരുന്നുണ്ട്. ഈ സ്റ്റേബിൾ റീജിയൻ നമ്മൾ അസ്യൂം ചെയ്ത് നോക്കിക്കേ. ഈ സ്റ്റേബിൾ റീജിയണിൽ അഥവാ നമ്മുടെ ബിയറിങ്ങിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമെന്ന് കരുതുക. ബിയറിങ്ങിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് കുറയുമ്പോൾ എന്താ പറ്റുന്നത്, വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പറിൻ്റെ വാല്യൂ കുറയും. കാര്യം Z ന്യൂമറേറ്ററിലാണ്, വിസ്കോസിറ്റി ന്യൂമറേറ്ററിലാണ്. അതുകൊണ്ട് വിസ്കോസിറ്റി കുറയുന്നതനുസരിച്ച് ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ കുറയാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ കുറയുമ്പോൾ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കലി അവിടെ ഫ്രിക്ഷനും റെഡ്യൂസ് ആകുന്നുണ്ട്. ഈ റീജിയനിൽ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ കുറയുമ്പോൾ അതിനനുസരിച്ച് എന്ത് റെഡ്യൂസ് ആകുന്നുണ്ട്, ഫ്രിക്ഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ റെഡ്യൂസ് ആകും. പിന്നെ നമുക്കറിയാം ഫ്രിക്ഷനും ടെമ്പറേച്ചറും തമ്മിൽ എപ്പോഴും എന്താണ്, ഡയറക്റ്റ് റിലേഷനാണ്. സോ അതുകൊണ്ട് തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കുറയുമ്പോൾ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കലി ബിയറിംഗ് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി അവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ റീജിയൻ എന്ത് പറയുന്നത്, സ്റ്റേബിൾ റീജിയൻ എന്ന് പറയുന്നത്. അതായത് ബിയറിംഗ് ടെമ്പറേച്ചർ ഇൻക്രീസ് ആയത് ഓട്ടോമാറ്റിക്കലി ബാലൻസ് ചെയ്യാനുള്ള ടെൻഡൻസി ഇവിടെ കാണിക്കുന്നുണ്ട്, റീജിയൻ P/Q കാണിക്കുന്നുണ്ട്. ഇനി റീജിയൻ R2S നമുക്ക് നോക്കാം. റീജിയൻ R2S നമുക്കറിയാം എന്താണ്, ഇസ് വിസ്കോസിറ്റി വാല്യൂ ആൻഡ് RPM വാല്യൂ ഇസ് വെരി ലെസ് അല്ലേ. ഇവിടെ വരുമ്പോഴത്തേക്കും നോക്കുക, വിസ്കോസിറ്റിയുടെ വാല്യൂ RPMൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും ഈ ഒരു റീജിയൻ R2S. അപ്പോൾ അതിനനുസരിച്ച് എന്താ പറ്റുന്നത്, നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് നമ്മുടെ ഫിലിം ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ലൂബ്രിക്കൻ ഫിലിം ബ്രേക്ക് ചെയ്ത് മെറ്റൽ ടു മെറ്റൽ കോൺടാക്റ്റ് ഉണ്ടാകാനുള്ള ടെൻഡൻസി എവിടെ കാണിക്കുന്നുണ്ട്, R2S എന്നുള്ള റീജിയനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ പറ്റുന്നത്, സോ ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വാല്യൂ ഇവിടെ വരെ ഡയറക്റ്റ്ലി കുറഞ്ഞു വന്നിട്ട് ഇവിടെ ഒരു സഡൻ ഇൻക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ ഒരു റീജിയൻ വരുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വിസ്കോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മറിച്ച് ഓയിൽനെസ് ഓഫ് ലൂബ്രിക്കൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു റീജിയനിൽ. അതിൽ പാർഷ്യൽ മെറ്റൽ ടു മെറ്റൽ കോൺടാക്റ്റ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ എന്തായി വരുന്നുണ്ട്, ഹൈ ആയി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ റീജിയൻ എന്ത് പറയുന്നുണ്ട്, നമ്മൾ തിൻ ഫിലിം അല്ലെങ്കിൽ ബൗണ്ടറി ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു റീജിയൻ നമ്മൾ ഒരിക്കലും ഡിസൈനിൽ ഈ ഒരു റീജിയനിൽ നമ്മൾ പ്രിഫർ ചെയ്യാത്ത ഒരു ഏരിയയാണ് ഏത്, R2S. ഇനി നമുക്ക് പാർഷ്യൽ ലൂബ്രിക്കേഷൻ റീജിയൻ എന്ന് നോക്കാം, അല്ലെങ്കിൽ RTQ നോക്കാം. അപ്പോൾ അവിടെ നമ്മളൊരു പോയിൻ്റ് കണ്ടു അല്ലേ. ആ പോയിൻ്റ് ഏതാണ്, എ എന്ന് പറഞ്ഞ പോയിൻ്റ് പ്രത്യേകത എന്താണ്, അവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ മിനിമം വാല്യൂ കാണിക്കുന്ന പോയിൻ്റാണ് എന്ത്, പോയിൻ്റ് എ. സോ ആ പോയിൻ്റ് എക്ക് കറസ്പോണ്ടിങ്ങിലി നമ്മുടെ ZN/P വാല്യൂ ഉണ്ടല്ലേ. ആ വാല്യൂവിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിയറിംഗ് മോഡുലസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബിയറിംഗ് മോഡുലസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് K ആണ്. അതായത് ദ മിനിമം എമൗണ്ട് ഓഫ് ഫ്രിക്ഷൻ ഒക്കേഴ്സ് അറ്റ് പോയിൻ്റ് എ ആൻഡ് ദ കറസ്പോണ്ടിങ് ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ വാല്യൂ ഈസ് നോൺ ആസ് വാട്ട്, ബിയറിംഗ് മോഡുലസ്. അപ്പോൾ ബിയറിംഗ് മോഡുലസ് നമ്മൾ എന്തിനാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ZN/P വാല്യൂ ബിയറിംഗ് മോഡുലസിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ബിയറിംഗ് എന്തിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, തിക്ക് ഫിലിം ലൂബ്രിക്കേഷനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ZN/P വാല്യൂ ബിയറിംഗ് K വാല്യൂവിനേക്കാൾ അല്ലെങ്കിൽ ബിയറിംഗ് മോഡുലസിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും ആ ബിയറിംഗ് വർക്ക് ചെയ്യുന്നത്, തിൻ ഫിലിം റീജിയനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ അതാണ് ബിയറിംഗ് മോഡുലസിൻ്റെ ഇമ്പോർട്ടൻസ്. അത് നമുക്കറിയാം ZN/P വാല്യൂ, അതായത് ഈ K വാല്യൂ അല്ലെങ്കിൽ ഈ A എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിൽ നിന്നും സ്ലൈറ്റ്ലി ഡിക്രീസ് ഇൻ Z അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഡിക്രീസ് ഇൻ NO ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മുടെ ബിയറിംഗ് ഏത് റീജിയനിലോട്ട് പോകും, തിൻ ഫിലിം റീജിയനിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ
ഫോർ തിക്ക് ഫിലിം ലൂബ്രിക്കേഷൻ നമ്മൾ ZN/P വാല്യൂ എപ്പോഴും എന്തിനേക്കാൾ കൂടുതലാക്കി വയ്ക്കും, കെയേക്കാൾ കൂടുതലായി വയ്ക്കും. ഇഫ് ZN/P വാല്യൂ ഇസ് ലെസ് ദാൻ കെ നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്, അവിടെ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് ഉണ്ടാകുന്നുണ്ട്. പിന്നീട് നമ്മൾ ജനറൽ ഡിസൈൻ കണ്ടീഷനിൽ സേഫ് ഡിസൈൻ ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നതെന്ന് പറയുമ്പോൾ ZN/P വാല്യൂ യൂഷ്വലി നമ്മൾ ഗ്രേറ്റർ ദാൻ 3 ടൈംസ് കെക്കാളും ഗ്രേറ്റർ ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ആൻഡ് ലാർജ് ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് ആകുന്ന ടൈമിൽ അത് അറൗണ്ട് 15 കെക്കാളും ഗ്രേറ്റർ ആയിട്ടാണ് നമ്മൾ ZN/P വാല്യൂവിനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ എക്സ്പെരിമെൻ്റൽ ഡേറ്റ നമ്മളൊരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മക്കി സയൻറ്റിസ്റ്റ് മക്കി ഒരു എംപിരിക്കൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഫോർ വെൽ ലൂബ്രിക്കേറ്റഡ് ബിയറിംഗ് അല്ലേ. അപ്പോൾ ഇക്വേഷൻ എന്താണ്, സ്മോൾ എഫ് ആണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഈക്വൽസ് KA ഇൻറ്റു ZN/P ഇൻറ്റു R/C ഇൻറ്റു 10⁻⁻10 പ്ലസ് ഡെൽറ്റ എഫ്. ഇതിൽ ഓരോ ടേംസ് എന്താണെന്ന് നോക്കാം. KA കോൺസ്റ്റൻറ്റ് ആണ്, അതിൻ്റെ വാല്യൂ എന്താണ് 541.33 ബീറ്റ. ഈ ബീറ്റ എന്താണ്, ബീറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ കോണ്ടാക്റ്റ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് ആണ്, അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ കോണ്ടാക്റ്റ് ഓഫ് ബിയറിംഗ് ആണ്. അപ്പോൾ നമുക്കറിയാം ഫോർ ഫുൾ ബിയറിംഗ് ആകുമ്പോൾ ബീറ്റയുടെ വാല്യൂ എത്ര വരും, 360 ഡിഗ്രി വരും. അതായത് സർക്കംഫറൻസ് ഫുള്ളി കോണ്ടാക്റ്റ് വരുമ്പോൾ ആംഗിൾ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, വാല്യൂ 360 ഡിഗ്രി ആയിട്ട് കൊടുക്കും. അപ്പോൾ ആ KAയിൽ 360 ഡിഗ്രി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺസ്റ്റൻ്റ് വാല്യൂ എന്താണ് 0.195 × 10⁻⁶ എന്ന് കിട്ടും. ഇനി എന്താണ് ഡെൽറ്റ എഫ് വാല്യൂ, ഡെൽറ്റ എഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ എൻ ലീക്കേജ് ഉണ്ടാകുന്നുണ്ട് ബിയറിങ്സിൽ, അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു കറക്ഷൻ ഫാക്ടറാണ് എന്ത്, ഡെൽറ്റ എഫ്. അതിൻ്റെ വാല്യൂ പൊതുവേ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 0.002 ആണ്. പിന്നീട് ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം സ്മോൾ എൻ ആണ് അല്ലേ. സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ എന്താ, റെവല്യൂഷൻ പെർ സെക്കൻഡ് ആണ്. പിന്നെ പ്രഷർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് Newton/mm². പിന്നെ സ്മോൾ ആർ സി എന്താണ്, സ്മോൾ ആർ റെപ്രസെൻറ്റ് ജേർണലിൻ്റെ റേഡിയസ്, സ്മോൾ സി എന്ന് പറയുമ്പോൾ റേഡിയൽ ക്ലിയറൻസ്. ഇത് രണ്ടും എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, mm-ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ റിലേഷൻ ഫോർ ഫൈൻഡിങ് ഔട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഫോർ വെൽ ലൂബ്രിക്കേറ്റഡ് ബിയറിംഗ്. ഇനി എന്താണ് ക്രിട്ടിക്കൽ പ്രഷർ ഓഫ് ദ ജേർണൽ ബിയറിംഗ് നോക്കാം. നമ്മുടെ ഓയിൽ ബിയറിങ്ങിൽ ഉണ്ടാകുന്ന മാക്സിമം ബിയറിംഗ് പ്രഷർ, അല്ലെങ്കിൽ ഓയിൽ ഫിലിം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓയിൽ ഫിലിം ഉണ്ടാകുന്ന മാക്സിമം ബിയറിംഗ് പ്രഷറിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്. അഥവാ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ പ്രഷർ എക്സീഡ്സ് ക്രിട്ടിക്കൽ പ്രഷർ എന്താ പറ്റുന്നത്, നമ്മുടെ ഓയിൽ ഫിലിം ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. ഓയിൽ ഫിലിം ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, അവിടെ മെറ്റൽ ടു മെറ്റൽ കോൺടാക്റ്റ് ഉണ്ടാകുന്നുണ്ട്, ഹൈ ഫ്രിക്ഷൻ ഉണ്ടാകും, ബിയറിംഗ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് നമ്മുടെ ബിയറിംഗ് ഫെയിലായിപ്പോഴുള്ള ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിയറിംഗ് പ്രഷർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം, ക്രിട്ടിക്കൽ പ്രഷർ വാല്യൂവിനേക്കാളും കുറഞ്ഞ വാല്യൂവിലാണ് നമ്മുടെ ബിയറിംഗ് പ്രഷർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ പ്രഷർ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ റിലേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിലെ കോൺസ്റ്റൻസ് നോക്കാം. ഇസഡ് എന്താണ് നമുക്കറിയാം, വിസ്കോസിറ്റി. സ്മോൾ എൻ റെവല്യൂഷൻ പെർ സെക്കൻഡ് ആണ്. പിന്നീട് സ്മോൾ ഡി എന്താണ്, ജേർണലിൻ്റെ ഡയമീറ്റർ. സ്മോൾ സി റേഡിയൽ ക്ലിയറൻസ്. അതിൽ എൽ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, ബിയറിങ്ങിൻ്റെ ലെങ്ത് അല്ലേ. അപ്പോൾ ഇക്വേഷൻ എന്താണ്, സ്മോൾ p = 13.30 ഡിവൈഡഡ് ബൈ 10⁻⁶ Zn ഇൻറ്റു d/c² ഇൻറ്റു L/L+d. ഇതാണ് ക്രിട്ടിക്കൽ പ്രഷർ ഓഫ് ദ ജേർണൽ ബിയറിംഗ്. ജേർണൽ ബിയറിങ്ങിൻ്റെ ഡിസൈനിന് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു പാരാമീറ്ററാണ് സോമർഫെൽഡ് നമ്പർ. സോ ഇറ്റ് ഡിഫൈൻസ് എ ബിയറിംഗ്. അതൊരു ബിയറിങ്ങിനെ ഡിഫൈൻ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതൊരു ഡയമെൻഷൻലെസ് പാരാമീറ്ററാണ്. അത് ലൂബ്രിക്കേഷൻ അനാലിസിസ് ആണ് മെയിനായിട്ട് അതിൻ്റെ ഫംഗ്ഷൻ, ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ഇൻ ലൂബ്രിക്കേഷൻ അനാലിസിസ്. സോ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ റിലേഷനുണ്ട്. S കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന സോമർഫെൽഡ് നമ്പർ. S = Zn/P ഇൻറ്റു R/C² ഇൻറ്റു 10⁻⁻⁶. ഇതിൽ n ക്യാപിറ്റൽ N ആണ്, അതായത് റെവല്യൂഷൻ പെർ മിനിറ്റിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. P എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, Newton/mm² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ഇൻ ദ ഡിസൈൻ ഓഫ് ജേർണൽ ബിയറിംഗ്. ആൻഡ് സോമർഫെൽഡ് നമ്പർ യൂസസ് ടു ഡിഫൈൻ എ ബിയറിംഗ്. ഒരു ബിയറിംഗ് ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സോമർഫെൽഡ് നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്താണ് വരുന്നത്, ലൂബ്രിക്കേഷൻ അനാലിസിസിലാണ് അതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ വരുന്നത്. ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ ജേർണൽ ബിയറിംഗ്. അപ്പോൾ ഹീറ്റ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, ഹീറ്റ് ജനറേഷൻ മെയിൻലി ഒക്കേഴ്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ അല്ലേ. ഫ്രിക്ഷൻ എങ്ങനെയൊക്കെ ഉണ്ടാകാം, ഒന്നി ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആകാം, അല്ലെങ്കിൽ പാർട്സ് ഹാവിങ് റിലേറ്റീവ് മോഷൻ കൊണ്ടും എന്തുണ്ടാകാം, ഫ്രിക്ഷൻ ഉണ്ടാകും.
റിലേറ്റീവ് മോഷനുള്ള പാർട്സ് അതാണ്. ഇഫ് ജേർണൽ ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ബിയറിങ്ങോട്ട് ഡയറക്റ്റ് കോൺടാക്ട് വരുമ്പോൾ അതിനിടയ്ക്ക് ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ജേർണൽ നമ്മൾ അറിയാം കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് അറ്റ് ഹൈ RPM അല്ലേ, റൊട്ടേറ്റിംഗ് അറ്റ് ഹൈ RPM ഇന്നെന്താണ് ലൂബ്രിക്കൻ്റ് ആണ്. സോ ദർ ഇസ് എ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ലൂബ്രിക്കൻ്റ് ആൻഡ് ദ ജേർണൽ ഒക്കേഴ്സ്. അപ്പോൾ ഈ ഫ്രിക്ഷൻ്റെ നെറ്റ് റിസൾട്ട് എന്താണ്, ഇറ്റ് കോസസ് ദ ഹീറ്റ് ജനറേഷൻ. അവിടെ ഒരു ഹീറ്റ് ജനറേഷൻ ഉണ്ടാകുന്നുണ്ട്. ഹീറ്റ് ജനറേഷൻ എന്ന് നമുക്കറിയാം എന്താണ്, അതൊരു ലോസ് ആണല്ലേ, നമ്മൾ പവർ ലോസ് ആണ് ആ ഹീറ്റ് ജനറേഷൻ കാരണമാണ്. അപ്പം ഹീറ്റ് ജനറേഷൻ മെയിൻലി ഒക്കേഴ്സ് ഡ്യൂ ടു ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആൻഡ് ഫ്രിക്ഷൻ ഓഫ് ദ പാർട്സ് ഹാവിങ് റിലേറ്റീവ് മോഷൻ അല്ലേ. അപ്പോൾ ഈ പവർ ലോസ് ഓർ ഹീറ്റ് ജനറേറ്റഡ് നമ്മൾ ജൂൾ പെർ സെക്കൻഡിലാണ് അല്ലെങ്കിൽ വാട്ടിലാണ് അതിൻ്റെ യൂണിറ്റ്, ഹീറ്റ് ജനറേറ്റഡിൻ്റെ യൂണിറ്റ്. അപ്പോൾ അത് HG കൊണ്ടാണ്, H_G കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്, FW_V. അപ്പോൾ ഇതിൽ ഓരോ കമ്പോണൻ്റ് എന്താണ്, F എന്താണ് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തു, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. W എന്താണ്, നമ്മുടെ ലോഡ്, നമ്മുടെ ജേർണൽ വിത്ത് സ്റ്റാൻഡ് ചെയ്യുന്ന ലോഡാണ് W, അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. V എന്ന് പറയുമ്പോൾ റബ്ബിംഗ് വെലോസിറ്റിയാണ്. റബ്ബിംഗ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് πdN/1000 എന്ന റിലേഷൻ യൂസ് ചെയ്യാം. എന്താണ്, നമ്മൾ RPMനെ വെലോസിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷനാണത്. ഇവിടെ πdN/1000 എന്ന് പറഞ്ഞ റിലേഷൻ യൂസ് ചെയ്യുമ്പോൾ D എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, mol സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് സ്മോൾ n എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, റെവല്യൂഷൻ പെർ സെക്കൻഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓർ നമുക്ക് πdN/60 എന്ന റിലേഷൻ യൂസ് ചെയ്യാം, വേർ D ഇൻ മീറ്റർ ആൻഡ് n ഇൻ RPM. അപ്പോൾ ഡേറ്റ ബുക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ v = πdN/1000 ആണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം D എന്തിലായിരിക്കണം, mmലായിരിക്കണം, സ്മോൾ n എന്തിലായിരിക്കണം, റെവല്യൂഷൻ പെർ സെക്കൻഡിലായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ πdN/60 എന്ന റിലേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, D ഇൻ മീറ്റർ ആൻഡ് n ഇൻ ക്യാപിറ്റൽ N ഇൻ RPM ആകുമ്പോഴാണ് നമ്മൾ എന്ത് റിലേഷൻ യൂസ് ചെയ്യുന്നത്, πdN/60 എന്ന റിലേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് നമ്മുടെ ബിയറിംഗ് ഒരു തെർമൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, റേറ്റ് ഓഫ് ഹീറ്റ് ജനറേറ്റഡ്, അതായത് ബിയറിങ്ങിനകത്തുണ്ടായ ഹീറ്റ് ജനറേഷൻ ഉണ്ടാകുന്ന അതേ റേറ്റിൽ തന്നെ അത് പുറത്തേക്ക് ഡിസിപ്പേറ്റ് ആയി പോകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മുടെ ബിയറിംഗ് എന്ത് അറ്റൈൻ ചെയ്യുമെന്ന് പറയാൻ പറ്റും, ഒരു തെർമൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തു എന്ന് പറയാൻ പറ്റും അല്ലേ. അതായത് ഹീറ്റ് ജനറേഷൻ റേറ്റ് വെൻ ഹീറ്റ് ജനറേഷൻ റേറ്റ് ഈക്വൽസ് ഹീറ്റ് ഡിസിപ്പേഷൻ റേറ്റ്. ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, കൺവെക്ഷൻ വഴി ഹീറ്റ് ഡിസിപ്പേഷൻ റേറ്റിന് ഈക്വൽ ആകുമ്പോൾ നമ്മുടെ ബിയറിംഗ് എന്ത് അറ്റൈൻ ചെയ്യുന്നുണ്ട്, ഒരു തെർമൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് ഡിസിപ്പേഷൻ റേറ്റ് അല്ലെങ്കിൽ ഹീറ്റ് ഡിസിപ്പേറ്റഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷനുണ്ട്. അതാണ് HD = K2 ടൈംസ് LD × TB - TA എന്നാണ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇതിലെ K2 എന്ന് പറയുമ്പോൾ എന്താണ്, ഹീറ്റ് ഡിസിപ്പേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. K2 ഹീറ്റ് ഡിസിപ്പേഷൻ കോഎഫിഷ്യൻ്റ്. പിന്നെ LD നിങ്ങൾക്കറിയാം, L എന്ന് പറഞ്ഞാൽ ജേർണൽ ലെങ്ത് അല്ല ഇൻസൈഡ് ദ ബിയറിംഗ്, D ഡയമീറ്റർ ഓഫ് ജേർണൽ. TB × TA എന്താണെന്ന് നോക്കാം. TB എന്ന് പറഞ്ഞാൽ എന്താണ്, ബിയറിംഗ് ടെമ്പറേച്ചർ ആണ് ഇൻ ഡിഗ്രി സെൽഷ്യസ്. TA എന്ന് പറഞ്ഞാൽ എന്താണ്, ആംബിയൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. അപ്പോൾ ഹീറ്റ് ഡിസിപ്പേഷൻ ഉണ്ടാകുന്ന എങ്ങോട്ടാണ്, അറ്റ്മോസ്ഫിയറിലേക്കാണ് ത്രൂ കൺവെക്ഷൻ. സോ അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, TB - TA ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് വേറെ റിലേഷൻ യൂസ് ചെയ്യാം, K2 × LD × TB - TA വരെ നമുക്ക് C∬* × LD. ഡേറ്റ ബുക്ക് റെഫർ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇക്വേഷൻ. C∬* × LD എന്ന് യൂസ് ചെയ്യാം. അതായത് ഈ C∬* എന്ന് പറഞ്ഞ ടേം എന്തിനു പകരമാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, K2 × TB - TA പകരമാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, C∬* എന്നുള്ള ഒറ്റ ടേം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അഥവാ ഇൻ കേസ് ക്വസ്റ്റ്യനിൽ ഹീറ്റ് ഡിസിപ്പേഷൻ കോഎഫിഷ്യൻ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, C∬* യൂസ് ചെയ്ത് നമുക്ക് ഹീറ്റ് ഡിസിപ്പേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ടേബിൾ റെഫർ ചെയ്യുക. അതായത് ടേബിൾ 15.10 ഓഫ് ഡേറ്റ ബുക്ക്, ഡിസൈൻ ഡേറ്റ ഹാൻഡ് ബുക്ക് ബൈ K. മഹാദേവൻ. അപ്പോൾ അതിൽ നമുക്കറിയാം എന്തൊക്കെ, TB - TA വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുക ആദ്യം. TB - TA വാല്യൂ അനുസരിച്ച് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, if TB - TA വാല്യൂ ഈസ് 10 ഡിഗ്രി ഫോർ എ വെൽ വെൻറ്റിലേറ്റഡ് ബിയറിംഗ്, ദ C∬* വാല്യൂ നമുക്ക് കിട്ടും. അതല്ലേ 2.843 × 10⁻³ അതേപോലെ TB - TA വാല്യൂവിനുള്ള വേരിയേഷൻ വെച്ചിട്ട് നമുക്ക് C∬* വാല്യൂ കിട്ടും. ആ C∬* വാല്യൂ നമുക്ക് എവിടെ കൊടുക്കുക, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ C∬* × L × D കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടും, ഹീറ്റ് ഡിസിപ്പേഷൻ റേറ്റ് കിട്ടും.
അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടേബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഗ്രാഫുണ്ട്. ഈ ഗ്രാഫിലും സെയിം ഡേറ്റയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫസ്റ്റ് പ്ലോട്ട് കാണിച്ചിരിക്കുന്നത് വെൽ വെൻറ്റിലേറ്റഡ് ബിയറിങ്സ് ആണ്. സെക്കൻഡ് കാണിച്ചിരിക്കുന്നത് അൺവെൻറ്റിലേറ്റഡ് ബിയറിങ്സിനാണ്. അപ്പോൾ അതിൽ തന്നെ C" കിട്ടും അല്ലേ. C". ഇപ്പോൾ നമ്മളെ TB-TA ഓൺ y ആക്സിസ്, TB-TAക്ക് അനുസരിച്ച് നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? C" വാല്യൂ കിട്ടും. C" വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനിൽ എന്ത് കൊടുക്കുക? C" സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, L/D കിട്ടുമ്പോൾ കൊടുത്താൽ ഡയറക്റ്റ് ഹീറ്റ് ഡിസിപ്പേഷൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ K2 തന്നിട്ടുണ്ടെങ്കിൽ, ഹീറ്റ് ഡിസിപ്പേഷൻ കോഎഫിഷ്യൻറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് C"? K2 × TB-TA ആണ് C". അഥവാ ഇൻ കേസ് K2 തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ TB-TA യൂസ് ചെയ്ത് നമുക്ക് C" കണ്ടുപിടിക്കാം. എന്നിട്ട് ഈ റിലേഷൻ യൂസ് ചെയ്യാം. K2 തന്നിട്ടുണ്ടെങ്കിൽ HD = എന്താണ്? K2 × TB-TA എന്ന റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഡേറ്റാ ബുക്കിൽ ടെമ്പറേച്ചർ റിലേഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെ തമ്മിലുള്ള റിലേഷനാണ്? ബിയറിംഗ് ടെമ്പറേച്ചർ ആൻഡ് ആംബിയൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് ടെമ്പറേച്ചർ റൈസ് ഇൻ ദ ബിയറിംഗ് വാൾ കണക്ട് ചെയ്തിട്ട് 2 റിലേഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കോമൺ റിലേഷൻ ഫോം ചെയ്യണം. നമ്മളെ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോമൺ റിലേഷൻ ഫോം ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? ഫസ്റ്റ് റിലേഷനിൽ നമുക്ക് എന്തെഴുതാൻ പറ്റും? TB-TA = എന്തെഴുതാൻ പറ്റും? TR എന്ന് എഴുതാൻ പറ്റും. അത് ഇക്വേഷൻ നമ്പർ 1. സെക്കൻഡ് റിലേഷനിൽ നിന്ന് എഴുതാൻ പറ്റും? TO-TA = എന്താണ്? 2TR എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സെക്കൻഡ് റിലേഷൻ നമുക്ക് ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? TO-TA / 2 എന്തായി? TR ആയി. ഇനി ഫസ്റ്റ് 1ഉം 3ഉം തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. രണ്ടിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണല്ലേ. അതായത് നമുക്ക് എന്ത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? TO-TA / 2 TB-TA എന്ന് എഴുതാം. ഇതിൽ TO എന്ന് പറഞ്ഞാൽ എന്താണ്? TO എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ദ ഓയിൽ ഫിലിം. ഈ ക്വസ്റ്റ്യനിൽ ടെമ്പറേച്ചർ ഓഫ് ദ ഓയിൽ ഫിലിം തന്നിരിക്കും, ആംബിയൻ ടെമ്പറേച്ചറും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? TB-TA കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ബിയറിംഗ് ടെമ്പറേച്ചർ മൈനസ് ആംബിയൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ റിലേഷൻ. അത് ക്വസ്റ്റ്യനിൽ ഈ റിലേഷൻ യൂസ് ചെയ്ത് നമുക്ക് TB-TA വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും.